ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മലയാളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ട്രെയിലർ ഇതാ റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിലെ ബിഗ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും അങ്ങനെ നീണ്ടൊരു 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന വമ്പൻ സിനിമ ഇതാ ട്രെയിലർ റിലീസ് ചെയ്തു. തൃശ്ശൂരുള്ള രാഗം തിയേറ്ററിൽ വെച്ചായിരുന്നു നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ എത്തി ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് തന്നെ നടത്തിയിട്ടുണ്ടായത്. അതൊക്കെയാണ് കിടിലൻ റെസ്പോൺസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസിനെത്തിയതിനു ശേഷം ഇന്നു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടനും മമ്മൂട്ടിക്കും ഒപ്പം തന്നെ വമ്പൻ താരനിരെ അണിയിച്ചിരിക്കുന്ന ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഒറ്റ പേര് മലയാള സിനിമാ പ്രേമികൾക്ക് സുപരിചിതമാണ്. കാരണം സീ യു സൂൺ, അതോടൊപ്പം തന്നെ ടേക്ക് ഓഫ്, മാലിക്ക് തുടങ്ങിയ 3 ചിത്രങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന്റെ പേര് നമുക്ക് ഓർത്തിരിക്കാൻ. 3 കിടിലൻ മികച്ച ചിത്രങ്ങൾ തന്നെ അദ്ദേഹം മലയാള സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചു. ഇപ്പോൾ ലാലേട്ടനെയും മമ്മൂക്കയെയും വെച്ച് ഒരു പടം കൂടെ അനൗൺസ് ചെയ്ത പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ ഈ വരുന്ന ഏപ്രിൽ മാസം 23 റിലീസിനെത്തുന്ന പ്രഖ്യാപിച്ചെങ്കിലും മെയ് 1 പോസ്റ്റ്പോൺ ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിനെത്തി കിടിലൻ റെസ്പോൺസ് നേടുന്ന സാഹചര്യത്തിൽ ആ ഒരു ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത്രത്തോളം ഭംഗിയായിട്ട് തന്നെ ഉണ്ടെന്നൊക്കെ. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാം. என்னோட டர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு ஞாபகம் தோணுதா? The next revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. Blog number 112. വിമതനാണ്. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. I don't know what is happening with my phone. പെരിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു. ഈ പ്രോഗ്രാം അവരെ സീക്രട്ടലി വാച്ച് ചെയ്യുന്നുണ്ടോ? പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. ലൈക്ക് ഷി ഹാസ് സം സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം യുവർ കമ്പ്യൂട്ടർ. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവൾ ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്ന പോലീസ് പറയുന്നു. Is that similar to Periscope? Issue a lookout notice for Dr. Daniel James. I think my phone has been compromised. He's turned out to be a traitor. So the passenger has taken the opposite exit and he is going to the next terminal. How's that possible? Daniel ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. Daniel has something എന്തൊക്കെ ചെയ്തു, ആരെയൊക്കെ കണ്ടു, അതിന് play the video, each and everything. എനിക്കറിയാവുന്ന ഡാനിയലിന് ഒന്നും സംഭവിക്കില്ല. Someone is helping him. ഞങ്ങളുടെ സൗഹൃദത്തോട് കേട്ട് ഇന്നേവരെ ഡാനി എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇതാണ് മോനെ ഈ ഒരു ട്രെയിലറിന്റെ ഏറ്റവും കിട്ടും മൊമെന്റ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. Keep it ഒരു രക്ഷയില്ല, കിട്ടും മൊമെന്റ് ആയിരുന്നു കേട്ടോ അത്. I need redemption. നമ്മൾ ഒരുമിച്ചല്ലേടാ എല്ലാം തുടങ്ങിയത്. Do we have a deal? He's a fucking trained bastard. What's up, Edgar? ಸರ್, ನೀವು ಟೆರರಿಸ್ಟ್ ಆಫ್ ಪೊಲೀಸ್? Patriot. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചെത്തി എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു ട്രെയിലറിന്റെ ഏറ്റവും നല്ലൊരു സീന്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇമ്പാക്റ്റ്.
ആ ഒരു മൊമെന്റ്സ് മാക്സിമം മഹേഷ് നാരായൺ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ വരുന്ന ആ ഒരു സീൻ തൊട്ടാണ് ട്രെയിലർ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആയി പോകുന്നത്. അതായത് അത്ര നേരം നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നില്ല. ഒരു നാഷണൽ സെക്യൂരിറ്റി മധ്യം ഈ ഒരു ട്രെയിലർ തുടങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതായത് ആ ഒരു ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ ആ ഒരു ഡയലോഗ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ട്രെയിലർ പത്തിയെ തന്നെ നമുക്കൊരു വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു രോമാഞ്ചം തരുന്ന ഒരു സീനാണ്. എന്തൊക്കെയാണ് ആ ലാലേട്ടൻ മമ്മൂട്ടിക്ക് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അല്ലെങ്കിൽ ആ മമ്മൂട്ടിയെ സഹായിക്കാൻ വേണ്ടി ഒരു ആപത്ഘട്ടത്തിൽ സുഹൃത്ത് സഹായിക്കാൻ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ നമ്മുടെ മമ്മൂട്ടിക്ക് 100 കോടി ചിത്രങ്ങൾ ഇല്ലെങ്കിലും മികച്ച ചിത്രങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഒരു പക്ഷേ മമ്മൂട്ടി ലാലേട്ടനോട് ഒന്നിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു 100 കോടി 200 കോടി 300 കോടി ചിത്രം തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 100 കോടിക്കടുത്ത് ബഡ്ജറ്റ് വരുന്ന ചിത്രമാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ. മഹേഷ് നാരായണാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തപ്പോൾ ആൻഡോ ജോസഫാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു വമ്പൻ മുടക്കുമുതലിന്റെ എല്ലാ വിഷ്വൽസും നമുക്ക് ഈ ഒരു ട്രെയിലറിനകത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ BGM തുടങ്ങി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതേ രീതി ഈ ഒരു ട്രെയിലർ നൽകിയ പ്രതീക്ഷകളെല്ലാം തന്നെ തിയേറ്ററിലും വർക്കൗട്ട് ആയാൽ ഒരുപക്ഷെ ചിത്രം 2026 മലയാളത്തിൽ ആദ്യത്തെ 500 കോടി നേടുന്ന ചിത്രം കൂടിയായിട്ട് മാറാം. ഇതൊക്കെയാണ് കാത്തിരിക്കാം. ഈ വരുന്ന മെയ് 1-ാം തീയതിയാണ് നമ്മുടെ പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററോട്ടെത്താൻ പോകുന്നത്. അപ്പം പാട്രിയോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് ലാലേട്ടനെയാണോ മമ്മൂക്കിനെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അല്ലെങ്കിൽ ഇവരുടെ കോംബോ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.